എല്ലാവർക്കും ഒരിക്കൽ കൂടെ ലിബി ബൈ ലിബിയുടെ ഓണാശംസകൾ. ഈ ഓണത്തിന് നമ്മുടെ ചാനൽ ഒരുക്കിയ ഷോർട്സും കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നമ്മുടെ വീട്ടിലെ ഓണാഘോഷത്തിൻ്റെ ലെങ്തി വീഡിയോ ആണ്. നമ്മൾ ഓണസദ്യ ഒരുക്കിയതിൻ്റെയും ഓണക്കളികളുടെയും ഓണപ്പൂക്കൾ ഒരുക്കിയതിൻ്റെയൊക്കെ ഉള്ള ഒരു ലെങ്തി വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പതിയെ സദ്യ ഒരുക്കാൻ തുടങ്ങി. തലേദിവസം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുറച്ച് വൈകിയാണ് സദ്യ ഒരുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എത്ര കൂട്ടം കറികൾ ഉണ്ടാക്കണം എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമയം അനുസരിച്ച് എല്ലാം ചെയ്യാൻ ഓർത്തു. ഇത്തവണ പായസം ടോം ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോം പാലട പായസമാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോം ആണെങ്കിൽ പതിയെ പായസം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ടോം നമുക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു തന്നു. അത്തമ്പത്തിനോണം കൂടാൻ കൂട്ടായി കൂടെ പോന്നു ആവണിപ്പാട്ടും പാടിയോ. അപ്പോൾ ഈ സമയം ഹെലനും ഹെയ്ഡനും ഹെവിനും കൂടെ നമ്മുടെ ബാക്ക് യാർഡിൽ ഒരു പൂക്കളം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. നമ്മുടെ ബാക്ക് യാർഡിൽ അത്യാവശ്യം ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പതിയെ അവിടെ നിന്ന് പൂക്കളൊക്കെ ഇറക്കുവാണ്. സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില ചെടികളിലേക്ക് പൂവൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു തുടങ്ങി. എങ്കിലും അവർക്ക് അത്യാവശ്യമുള്ള കുറച്ച് പൂക്കൾ അവർക്ക് കിട്ടി. അപ്പോൾ ഒരു പതിയെ അത് വെച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞു പൂക്കളൊക്കെ റെഡിയാക്കുവാണ്. ഹെവിനാണെങ്കിൽ നമ്മുടെ ഗസീബോയിലൊരു കയറൂഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു ഓണം പ്രമാണിച്ച്. അപ്പോൾ അതിൽ കയറിയിരുന്ന ആടുവാണ്. ഹെവിനാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഊഞ്ഞാലാടാൻ. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പം ആകെ ഒരു തവണ ഹെവിൻ നാട്ടിൽ പോയിട്ടുള്ളൂ. നാട്ടിൽ പോയ സമയത്ത് ഹെവിൻ ഫുൾ ടൈം അച്ചാച്ചൻ്റെ കൂടെ ഊഞ്ഞാലാടുമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഹെവിൻ ഒത്തിരി സന്തോഷമായി. അതിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ പാല് കാച്ച് ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെ പുറത്ത് പിള്ളേരുടെ ഗംഭീര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്താണെങ്കിൽ നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. എന്തായാലും പായസമാണ് ഏറ്റവും അധികം റെഡിയായത്. ടോം നേരത്തെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ ഇനിയും 2-3 കറികളൊക്കെ കൂടി ഉണ്ടാക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ആക്കി. ഏകദേശം ഉച്ചയായി. അപ്പോൾ അതുകൊണ്ട് ഒരു ലേറ്റ് സദ്യയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ സദ്യക്ക് റെഡിയായ വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ പതിയെ ഡൈനിങ് ഏരിയയിലേക്ക് സെറ്റ് ചെയ്തു. പായസമായിരുന്നു ഏറ്റവും അധികം റെഡിയായത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണവിഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. പഴം, ശർക്കര വരട്ടി, ഉപ്പേരി, പായസം, ഇഞ്ചിക്കറി, പിന്നെ പരിപ്പ് കറി, പപ്പടം, മോരുചാറ്, ബീട്രൂട്ട് പച്ചടി, പിന്നെ മത്തങ്ങയും പയറും കൂടി ഇട്ടുണ്ടാക്കിയ എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, അവിയൽ, ക്യാരറ്റും ക്യാബേജും കൂടെ ഉണ്ടാക്കിയ തോരൻ, പിന്നെ ഇരിക്കുന്നത് രസം, കൂട്ടുകറി, സാമ്പാർ, പിന്നെ നമുക്ക് 2 കൂട്ടം അച്ചാറുണ്ടായിരുന്നു. അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കടുമാങ്ങ അച്ചാറും വാങ്ങിച്ചു, വെളുത്തുള്ളി അച്ചാറും വാങ്ങിച്ചു, പിന്നെ ചോറ്. അങ്ങനെ നമ്മുടെ ഓണസദ്യ റെഡിയായി. അങ്ങനെ ഏകദേശം 20ഓളം വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ള നമ്മുടെ ഓണസദ്യ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിച്ചാലോ. അങ്ങനെ എല്ലാവർക്കും ഇലയിട്ടു. നമ്മൾ തറയിലിരുന്നാണ് സദ്യ കഴിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഇലയിട്ടു. ഹെലനും ഹെയ്ഡനും ഹെവിനും ഇരുന്നു. അപ്പോൾ നമ്മൾ 2 പേരും ഞാനും ടോമും കൂടിയാണ് വിളമ്പാൻ നിൽക്കുന്നത്. മുണ്ടൊക്കെ കൊടുത്താണ് ഹെവിനും ഹെയ്ഡനും നിൽക്കുന്നത്. ഹെവിൻ ആദ്യമായിട്ടാണ് മുണ്ടൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുണ്ട് പല വഴിക്കാണ് ഇരിക്കുന്നത് തന്നെ. ഹെയ്ഡൻ്റെത് ഒരു സ്റ്റിക്കി മുണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹെയ്ഡന് അത്യാവശ്യം എങ്ങനെ ഇരിക്കേണ്ടതെന്നുള്ളതും അറിയാം. ഹെവിൻ പതുക്കെ സ്വന്തം ഇലയിലുള്ളതും അപ്പുറത്തെ ഇലയിലുള്ളതും ഒക്കെ പറക്കി തിന്നുന്നുണ്ട്.
ഹെവിന് ഹെയ്ഡനൊക്കെ ഇടയ്ക്ക് എരിവ് പറയുന്നുണ്ടായിരുന്നു. എന്ത് കറിക്കാണ് എരിവെന്ന് അറിയത്തില്ല. അവർ സാമ്പാറിന് എരിവെന്നാണ് പറഞ്ഞത്. സാമ്പാർ സാമ്പാറെന്നല്ല, എല്ലാ കറികളും ഞാൻ എരിവൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് പായസത്തിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും കൂടെ അഡീഷണലായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മെയിനായിട്ട് പൈനാപ്പിൾ പച്ചടിയാണെന്നാണ് പറഞ്ഞത്. ഞാനും ആദ്യമായിട്ടാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓണമുണ്ട വയറേ ചൂളമ്പാടിക്കിട എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ നമുക്ക് കിടക്കാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമ്മൾ പതിയെ ഓണക്കളികളൊക്കെ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് ഓണക്കളികൾ നമ്മൾ നടത്തിയത്. ആദ്യം സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കൊച്ചു സുന്ദരീനെ വരച്ചു. ഹെലൻ്റെ ട്രയലായിരുന്നു ആദ്യം. ഹെലൻ നെറുകന്തലയിൽ കൊണ്ടുപോയി ഒരു പൊട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പതിയെ ഹെയ്ഡനായിരുന്നു ട്രൈ ചെയ്തത്. ഹെയ്ഡന് സുന്ദരീനെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു ആദ്യം. ഹെവിനും ഹെലനും കൂടെ ഒത്തിരി എൻകറേജ് ചെയ്തുകൊണ്ട് പതിയെ ഫ്രണ്ട്സൊക്കെ തപ്പി തടഞ്ഞ് ഹെയ്ഡൻ സുന്ദരീനെ കണ്ടുപിടിച്ചു. ഹെയ്ഡനാണെന്നുണ്ടെങ്കിൽ ഏകദേശം നെറ്റിത്തടത്തിൽ കൊണ്ടുപോയി ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പാവം ഹെവിൻ്റെ ടേൺ ആയിരുന്നു. ഹെവിന് ടോം ടൈ ചെയ്ത് വിട്ടു. ഹെവിന് കളീനെ കുറിച്ച് വലിയ അറിവില്ലാതിരുന്നുകൊണ്ട് ഹെവിന് കുറച്ച് പാടായിരുന്നു സുന്ദരിയെ കണ്ടുപിടിക്കാനും പൊട്ടുകുത്താനും ഒക്കെ. ഹെവിൻ കഴുത്തി കൊണ്ടുപോയായിരുന്നു പൊട്ട് തൊട്ടത്. അപ്പോൾ കളി തോറ്റെന്ന് മനസ്സിലായ ഹെവിൻ പതിയെ ആ തോറ്റേൻ്റെ ചൊരുക്ക് മുഴുവൻ സുന്ദരിക്കിട്ട് തീർത്തു. അങ്ങനെ അവർ നോക്കി വിജയിനെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മുടെ ഹെയ്ഡനാണ് ഈ കളിയിൽ വിജയിച്ചിരിക്കുന്നത്. അടുത്തത് സ്പൂൺ റേസ് ആയിരുന്നു. അപ്പോൾ സ്പൂണിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോളായിരുന്നു വെച്ചിരുന്നത്. ഇതിനകത്തും ഹെവിൻ ആദ്യമേ ഔട്ടായി. ഹെലനും ഹെയ്ഡനുമാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹെലനും പതുക്കെ ഔട്ടായി. ഇപ്പോൾ ഹെയ്ഡൻ ഇസ് ദ വിന്നർ. അടുത്തതൊരു തവളചാട്ടമായിരുന്നു. തവളചാട്ടത്തിൽ ഹെലൻ പലതരത്തിലും ഫൗളുകളൊക്കെ കാണിച്ചെങ്കിലും അതിലും അവസാനം ഹെയ്ഡൻ തന്നെ വിജയിച്ചു. ലാസ്റ്റ് മത്സരം എന്ന് പറയുന്നത് നമ്മൾ മിഠായി പെറുക്കിന് പകരം ഒരു ടൊമാറ്റോ പെറുക്കലായിരുന്നു. നമ്മുടെ യാർഡിൽ ഒത്തിരി ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മത്സരത്തിൽ മാത്രം നമ്മുടെ ഹെലമോൾക്ക് ജയിക്കാൻ പറ്റി. അങ്ങനെ ഹെലമോൾ ലാസ്റ്റ് മത്സരത്തിൽ വിൻ ചെയ്തു. അപ്പോൾ മാവേലി ഇല്ലാതെ എന്തോ ആണോ അല്ലേ. അതുകൊണ്ട് നമ്മൾ ടോമിനെ പിടിച്ച് മാവേലിയാക്കി. ഇപ്പോൾ മാവേലിയുടെ കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. എൻ്റെ കല്യാണ സാരി വെച്ചിട്ട് നമ്മൾ മാവേലിക്കൊരു കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി.
പിന്നെ നമ്മൾ കുറച്ച് ഡെക്കോർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് കുറച്ച് ഗ്ലിറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ മാവേലിയുടെ ബാക്കി കോസ്റ്റ്യൂംസും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കി. ക്രൗണും പിന്നെ വീട്ടിലൊരു കാലം കൂടെ ഉണ്ടായിരുന്നു. ആ കാലം കൂടെയിൽ നമ്മൾ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് മാവേലിയുടെ കൊടി അങ്ങനെ റെഡിയാക്കി. പിന്നെ പിള്ളേർ ആദ്യമായിട്ടാണ് മാവേലിയുടെ ഒരു എന്താ പറയുക റിയൽ മാവേലി അല്ലെങ്കിൽ കൂടിയും ഒരു മാവേലിനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. മാവേലീനെ വെച്ച് നമ്മൾ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. എന്തായാലും ഓണം മാവേലിയോടുകൂടി നല്ല അടിപൊളി കളർ ഓണമായി. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. Stay tuned for more videos and please subscribe